ചർച്ച അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. ഹോളി ഫാമിലി കോൺവെന്റിൽ സ്ഥിരമായി വോട്ട് ചെയ്തിരുന്ന 16 സന്യാസിനിമാരുടെ പേരുകൾ മുന്നറിയിപ്പില്ലാതെ വോട്ടർ പട്ടികയിൽ നിന്ന് ഒഴിവാക്കിയെന്ന് പരാതി. ഹോളി ഫാമിലി, മഡോണ, മരീന കോൺവെന്റുകളിലെ സന്യാസിനിമാരെയാണ് ഒഴിവാക്കിയത്. 12ാം വാർഡിലെ 4ാം നമ്പർ ബൂത്തിൽ സ്ലിപ്പുമായി എത്തിയപ്പോഴാണ് 16 പേരെ ഒഴിവാക്കിയെന്ന വിവരം അറിഞ്ഞത്. തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കൃഷ്ണകുമാർ അറക്കപ്പറമ്പിൽ എന്നയാൾ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് നടപടിയെന്നാണ് വിവരം. വിദേശയാത്രയ്ക്കായി വിമാനത്താവളത്തിലെത്തിയ വെനസ്വേലയിലെ കർദിനാൾ ബാൾട്ടസർ പൊറാസിന്റെ പാസ്പോർട്ട് അധികൃതർ പിടിച്ചെടുത്തു. പൗരന്മാർക്കുള്ള അവകാശങ്ങളുടെ ലംഘനമാണിതെന്ന് കർദിനാൾ പ്രതികരിച്ചു. കഴിഞ്ഞ ദിവസമാണ് 81 വയസ്സുകാരനായ കർദിനാൾ പൊറാസിന്റെ യാത്ര വിമാനത്താവളത്തിൽ വെച്ച് തടഞ്ഞത്. സ്പെയിനിലെ സഭാപരമായ പരിപാടികൾക്കായി പോകാൻ ഒരുങ്ങുകയായിരുന്നു കർദിനാൾ. പാസ്പോർട്ടിൽ എന്തോ പ്രശ്നമുണ്ടെന്നും ഒന്നും ചെയ്യാൻ കഴിയില്ലെന്നും ഒരു ഉദ്യോഗസ്ഥൻ പറഞ്ഞതായി കർദിനാൾ വെനസ്വേലൻ ബിഷപ്സ് കോൺഫറൻസിന് അയച്ച സന്ദേശത്തിൽ അറിയിച്ചു. കേരള കത്തോലിക്ക മെത്രാൻ സമിതിയുടെ പ്രസിഡന്റായി കോഴിക്കോട് അതിരൂപത മെത്രാപ്പോലീത്ത വർഗീസ് ചെക്കാലക്കലിനെ തെരഞ്ഞെടുത്തു. ഇന്ന് പാലാരിവട്ടം POCയിൽ വെച്ച് നടത്തപ്പെട്ട KCBC യോഗത്തിലായിരുന്നു തെരഞ്ഞെടുപ്പ് നടത്തപ്പെട്ടത്. തിരുവനന്തപുരം അതിരൂപത അധ്യക്ഷനും മലങ്കര സഭയുടെ തലവനുമായ കർദിനാൾ മാർ ബെസിലിയൂസ് ക്ലീമിസ് കാതോലിക്ക ബാവയുടെ പിൻഗാമിയായാണ് അദ്ദേഹം KCBCയെ നയിക്കുക. ലണ്ടനിലെ 10 ഡൌണിംഗ് സ്ട്രീറ്റിലെ ഓഫീസിൽ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കെയർ സ്റ്റാർമർ സംഘടിപ്പിച്ച ക്രിസ്തുമസ് ആഘോഷത്തിൽ അതിഥിയായി പങ്കെടുത്ത സീറോ മലബാർ സഭയുടെ ഗ്രേറ്റ് ബ്രിട്ടൻ രൂപത അധ്യക്ഷൻ മാർ ജോസഫ് സ്രാമ്പിക്കൽ കെയർ സ്റ്റാർമറുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തുകയും ചെയ്തു. രാജ്യത്തെ സഭാ നേതാക്കളുടെ സേവനങ്ങളെ ആദരിക്കുന്നതിനും നന്ദി അറിയിക്കുന്നതിനും കൂടിയാണ് പ്രധാനമന്ത്രി ക്രിസ്തുമസ് ആഘോഷ പരിപാടി സംഘടിപ്പിച്ചത്. യൂറോപ്പിൽ ക്രിസ്തീയതയുടെ പങ്കിനെ അംഗീകരിക്കേണ്ടതും ക്രിസ്തീയ വേരുകൾ കാത്തുസൂക്ഷിക്കേണ്ടതും അനിവാര്യമാണെന്ന് ലിയോ 14 പാപ്പ. യൂറോപ്യൻ പാർലമെന്റിലെ മധ്യവലതുപക്ഷ രാഷ്ട്രീയ വിഭാഗമായി കണക്കാക്കപ്പെടുന്ന യഥാസ്ഥിതിക പുരോഗമന ഗ്രൂപ്പിൽ നിന്നുള്ള പ്രതിനിധികൾക്ക് വത്തിക്കാനിൽ കൂടിക്കാഴ്ച അനുവദിച്ച വേളയിലാണ് പാപ്പ ഇപ്രകാരം പറഞ്ഞത്. യൂറോപ്പിന്റെ ക്രൈസ്തവ പാരമ്പര്യം ഉൾപ്പെടെയുള്ള പൈതൃകം ഉയർത്തിക്കാട്ടുന്നത് പ്രദേശത്തുള്ള ക്രൈസ്തവ സമൂഹങ്ങളുടെ അവകാശങ്ങൾ ഉറപ്പാക്കുന്നതിന് വേണ്ടി മാത്രമല്ല, മറിച്ച് യൂറോപ്പ് എന്താണെന്ന യാഥാർത്ഥ്യത്തെ അംഗീകരിക്കുന്നതിന്റെ കൂടി ഭാഗമാണെന്ന് പരിശുദ്ധ പിതാവ് ഓർമ്മിപ്പിച്ചു. ഇതോടെ ചർച്ച അപ്ഡേറ്റ്സ് പൂർണ്ണമാകുന്നു. നന്ദി.